ഹായ് എവ്രിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ നോക്കുന്നത് വചൻ എന്നുള്ള ചാപ്റ്ററാണ്. അപ്പോൾ ഫസ്റ്റ് തന്നെ വചന്റെ ഡെഫിനീഷൻ എന്താണെന്ന് നോക്കാം. സംഖ്യ के जिस रूप से संख्या का बोध हो उसे वचन कहते हैं. അപ്പോൾ സംഖ്യ അതായത് നൗണിന്റെ ഏതൊരു രൂപത്തിൽ നിന്നാണോ സംഖ്യ അതിന്റെ നമ്പർ മനസ്സിലാകുന്നത് ആ ഒരു വാക്കിനെയാണ് വചൻ എന്ന് പറയുന്നത്. हिंदी में दो वचन है, एक वचन बहुवचन. അപ്പം വചൻ എന്ന് പറയുന്നത് ഒരു വേർഡ് അത് സിംഗുലർ ആണോ പ്ലൂറൽ ആണോ എന്ന് ഡിനോട്ട് ചെയ്യുന്നതാണ്. ഹിന്ദിയിൽ രണ്ട് ടൈപ്പാണ് വചൻ ഉള്ളത്, ഏക് വചൻ അതുപോലെ തന്നെ ബഹുവചൻ. ഏക് വചൻ എന്ന് പറഞ്ഞാൽ എന്താണ് സിംഗുലർ, ബഹുവചൻ പ്ലൂറൽ. ഏക് വചൻ संज्ञा के जिस रूप से एक पदार्थ या व्यक्ति का बोध हो उसे एक वचन कहते हैं. അപ്പോൾ ഏക് വചൻ എന്ന് പറയുന്നത് ഒരു നൗണ് കാണുമ്പോൾ അതിൽ നിന്ന് ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു പദാർത്ഥത്തെയാണ് അത് സൂചിപ്പിക്കുന്നതെങ്കിൽ അതിനെയാണ് ഏക് വചൻ എന്ന് പറയുന്നത്. ജैसे लड़का, पुस्तक, रास्ता, नदी आदि. ലഡ്ക എന്ന് പറയുമ്പോൾ ബോയ് എന്നുള്ള ഒരു മീനിങ് ആണ് വരുന്നത് അല്ലെ. അപ്പോൾ അതിൽ നിന്ന് ഒരാളെയാണ് ഡിനോട്ട് ചെയ്യുന്നത്. നദി എന്ന് പറയുമ്പോൾ ഒരു നദിയാണ് ഡിനോട്ട് ചെയ്യുന്നത്. രാസ്ത ഒരു വഴി, പുസ്തക് ഒരു ബുക്ക്. അപ്പൊ അത് ഏക് വചനിൽ പെടുന്നു. बहुवचन संज्ञा के जिस रूप से एक से अधिक पदार्थों या व्यक्तियों का बोध हो उसे बहुवचन कहते हैं. അപ്പം ഏത് നൗൺ കാണുമ്പോഴാണോ ഒന്നിൽ കൂടുതൽ പദാർത്ഥങ്ങൾ അല്ലെങ്കിൽ വ്യക്തികളെ കുറിച്ചിട്ടുള്ള ഒരു ഐഡിയ നമുക്ക് കിട്ടുന്നത് അതിനാണ് ബഹുവചൻ എന്ന് പറയുന്നത്. ലഡ്കെ കണ്ടില്ലേ, നേരത്തെ ലഡ്ക എന്ന് പറയുമ്പോൾ ബോയ് എന്നുള്ള മീനിങ് ആണ്. ലഡ്കെ എന്നാക്കിയപ്പോൾ അത് ബോയ്സ് എന്നുള്ള മീനിങ് ആയിട്ട് മാറി. അപ്പൊ ഇതിന്റെയൊക്കെ തന്നെ ബഹുവചൻ രൂപമാണ് താഴെ കൊടുത്തിട്ടുള്ളത്. कुछ शब्दों का प्रयोग प्रायः बहुवचन में ही होता है, जैसे आंसू, प्राण, लोग, ओट, दर्शन आदि. അപ്പോൾ ചില വാക്കുകൾ എപ്പോഴും പ്ലൂറൽ ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. അതിന്റെ എക്സാമ്പിൾസ് ആണ് താഴെ തന്നിട്ടുള്ളത്. അപ്പോൾ ഈ ചാപ്റ്ററിലും ഈ ഗ്രാമറിന്റെ ടെക്സ്റ്റിലെ എല്ലാ ചാപ്റ്ററിലും പറയുന്നത് പോലെ തന്നെ ഇങ്ങനെ പ്രോപ്പർ ആയിട്ടുള്ള ഡെഫിനീഷൻ അത് എഴുതാൻ വേണ്ടി പഠിക്കുക. അതേപോലെ തന്നെ അതിന്റെ ക്ലാസിഫിക്കേഷന്റെ ഡെഫിനീഷൻസും അറ്റ്ലീസ്റ്റ് 2 എക്സാമ്പിളും പഠിച്ചു വെക്കുക കേട്ടോ. ഇനി പറയുന്നത് ഏക് വചൻ സേ ബഹുവചൻ ബനാനെ കെ നിയമമാണ്. അപ്പൊ സിംഗുലറിനെ പ്ലൂറൽ ആക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നിയമങ്ങളുണ്ട്. वचन के दृष्टि से संज्ञाओं में परिवर्तन 2 स्थितियों में होता है. एक तो मूल अर्थात विभक्ति रहित रूप में और दूसरा विकृत अथवा विभक्ति सहित रूप में. അപ്പം ഈ വചനിൽ ചേഞ്ചസ് വരുന്നത് 2 രീതിയിലുണ്ട്. ഒന്ന് വിഭക്തി രഹിത് രൂപ്, വിഭക്തി ഇല്ലാത്ത രൂപത്തിലും അതുപോലെ വിഭക്തിയോട് കൂടിയിട്ടും. വിഭക്തി എന്ന് പറയുന്നത് സേ, മേ, പർ അങ്ങനെയുള്ള വാക്കുകൾ ചേർക്കുമ്പോഴാണ്, അതിനെയാണ് വിഭക്തി എന്ന് പറയുന്നത്. അപ്പൊ ഫസ്റ്റ് പറയുന്നത് വിഭക്തി രഹിത് രൂപമാണ്. അതായത് കൂടെ ഈ വാക്കുകളുടെ കൂടെ എക്സ്ട്രാ ഒന്നും ഇല്ലാത്ത, വിഭക്തികളൊന്നും ഇല്ലാത്ത കേസസിൽ സിംഗുലറിനെ എങ്ങനെയാണ് പ്ലൂറൽ ആക്കുന്നത് എന്നാണ്. अले फर्स्ट नियमाണ് आकारांत पुल्लिंग संज्ञाओं के अंतिम आ को ए कर देने से बहुवचन बनता है. അപ്പോൾ ആകാരാന്ത് അതായത് ആ വെച്ച് അവസാനിക്കുന്ന സംഖ്യകളുടെ അവസാനത്തെ ആ എന്നുള്ള വാക്കിനെ എ ആക്കിയിട്ട് മാറ്റുമ്പോൾ അത് സിംഗുലറിൽ നിന്നും പ്ലൂറൽ ആയിട്ട് മാറും. ഫോർ എക്സാമ്പിൾ ലഡ്ക, ആ ലഡ്ക എന്നുള്ളതിനെ ലഡ്കെ ആയിനെ എ ആക്കി റീപ്ലേസ് ചെയ്തു. കപ്പിട, കപ്പിടെ, കുത്ത, കുത്തെ, പത്ത, പത്തേ. ഇനി ഇതിന്റെ എക്സെപ്ഷൻസ് അതായത് അപ്വാദായിട്ട് പറയുന്നതാണ് മാമ, നാന, ചാച്ച, കാക്ക, പിത, ദേവത, യോദ്ധ, രാജ, ജാമാത एक्सेट्रा. इनका दोनों वचनों में एक ही रूप रहता है. അപ്പോൾ മേലെ പറഞ്ഞിട്ടുള്ള ഈ അപ്വാദിൽ പറഞ്ഞ വാക്കുകളിൽ ഏക് വചനിലായാലും ബഹുവചനിലായാലും സെയിം ആയിട്ടുള്ള ഫോമിലാണ് ഈ വേർഡ്സ് എക്സിസ്റ്റ് ചെയ്യുക. അതിന് മാറ്റം വരുന്നില്ല. ഇനി സെക്കൻഡ് നിയമമാണ് अकारांत स्त्रीलिंग शब्दों में अ के स्थान पर एन जोड़ने से बहुवचन बनता है. जैसे അതായത് അകാരാന്ത് ശബ്ദ്, അകാരാന്ത് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇങ്ങനെ താഴെ തന്നിട്ടുള്ള എക്സാമ്പിൾസ് പോലെ അവസാനിക്കുന്ന വേർഡ്സ്. അതില് അകാരാന്ത് സ്ത്രീലിംഗ ശബ്ദ്, സ്ത്രീലിംഗമായിട്ടുള്ള വാക്കുകളിലാണ്. ലാസ്റ്റിലെ അക്ക് പകരം ഏം ചേർക്കുക, അപ്പോ അത് ബഹുവചനായിട്ട് മാറും. ഫോർ എക്സാമ്പിൾ രാത്,
രാത്ത് എന്ന് പറയുന്നത് അകാരാന്ത സ്ത്രീലിംഗ ശബ്ദമാണ്. അതിന്റെ എന്നുള്ള ആ ഒരു ശബ്ദിനെ മാറ്റിയിട്ട് ഏം ചേർത്തു. അപ്പോ രാത്ത് രാത്തേ, ബാത് ബാത്തേ, കിതാബ് കിതാബേ, ആങ്ക് ആഖേ. മൂന്നാമത്തെ നിയമമാണ് आकारांत स्त्रीलिंग शब्दों में आ को एम में परिवर्तित करने से बहुवचन बनता है. അപ്പോൾ ഇനി ആകാരാന്ത് സ്ത്രീലിംഗ ശബ്ദം, നേരത്തെ പറഞ്ഞത് അകാരാന്താണ്, ഇപ്പൊ പറയുന്നത് ആകാരാന്ത്. ആകാരാന്ത് സ്ത്രീലിംഗ വാക്കുകളില് അതിന്റെ അവസാനത്തെ ആ മാറ്റിയിട്ട് ഏം വെച്ചിട്ട് റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ബഹുവചൻ രൂപം കിട്ടുന്നതാണ് പറയുന്നത്. ലത, അപ്പോ അതിനെ ലതായേം എന്നാക്കി മാറ്റി. കന്യ കന്യായേം, മാത മാതായേ, ധാര ധാരായേ. നാലാമത്തെ നിയമമാണ് आकारांत पुल्लिंग शब्दों को छोड़कर शेष पुल्लिंग शब्द दोनों वचनों में समान रहते हैं. അപ്പോൾ നെക്സ്റ്റ് പറയുന്നത് ആകാരാന്ത പുല്ലിംഗ വാക്കുകൾ, ആ വെച്ച് അവസാനിക്കുന്ന പുല്ലിംഗ വാക്കുകൾ ഒഴികെയുള്ള ബാക്കി എല്ലാ പുല്ലിംഗ വാക്കുകളിലും രണ്ട് വചനിലും അത് ഒരേപോലെയാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. സിംഗുലർ ആയാലും പ്ലൂറൽ ആയാലും ഒരേപോലെ തന്നെയാണ് എക്സിസ്റ്റ് ചെയ്യുക, മാറ്റം വരുന്നില്ല എന്ന്. എക്സാമ്പിൾ ആണ് ഗുരു, മുനി, പശു, ബിന്ദു, ബാലക്, ഘർ. അഞ്ചാമത്തെ നിയമം നോക്കുമ്പോൾ इकारांत स्त्रीलिंग शब्दों के अंत में केवल या जोड़ने से बहुवचन बनता है. അതായത് ഇക്കാരാന്ത് എന്ന് പറഞ്ഞ ഷോർട്ട് ഈല അവസാനിക്കുന്ന വാക്കുകൾ, രീതി. അപ്പോൾ അങ്ങനത്തെ വാക്കുകളിൽ അവസാനം ഒരു യാ, അതായത് ഇവിടെ കാണിച്ചിട്ടുള്ള ഈ യാ ചേർത്ത് കഴിഞ്ഞാൽ അത് എന്തായിട്ട് മാറും? പ്ലൂറൽ ആയിട്ട് മാറും എന്നാണ് പറയുന്നത്. രീതി, രീതിയ, തിഥി, തിഥിയ, മണി, മണിയ, രാത്രി, രാത്രിയ, രാശി, രാശിയ, ജാതി, ജാതിയ. നെക്സ്റ്റ് പറയുന്നതാണ് ഈ കാരാന്ത് സ്ത്രീലിംഗ ശബ്ദോമേ ഈ കോ ഹ്രസ്വ ബനാക്കർ യാ ജോഡ്നെ സെ ബഹുവചൻ ബൻതാ ഹെ. അപ്പോൾ ഈ കാരാന്ത് എന്ന് പറയുമ്പോൾ ലാസ്റ്റ് ഈ കുറച്ചും കൂടെ ഒരു നീട്ടി പറയുന്ന ഈ ചേരുന്ന വാക്കുകൾ, അങ്ങനത്തെ വാക്കുകളുടെ ആ ഈനെ ഹ്രസ്വമാക്കുക. അതായത് നമ്മൾ മേലെ പറഞ്ഞ പോലെ ഇക്കാരാന്ത് എന്നുള്ള രീതിയിലാക്കിയിട്ട് അതിൻ്റെ കൂടെ യാ ചേർത്താലാണ് ബഹുവചൻ ആവുന്നത്. അപ്പോൾ അത് എക്സാമ്പിൾ നോക്കി ഒന്നും കൂടി ക്ലിയർ ആവും. ഇപ്പൊ നോക്കൂ, ലഡ്കി. അപ്പം ലഡ്കി എന്ന് പറയുമ്പോൾ ഈ കാരാന്താണ് വരുന്നത്, ഈ എന്നുള്ള സൗണ്ടിലാണ് അത് അവസാനിക്കുന്നത്. അങ്ങനെ ലഡ്കി എന്നുള്ളതിനെ ലഡ്കീന്നാക്കുക. അതായത് ഈ കായുടെ നോക്കൂ, ഈ വള്ളി ഇപ്പുറത്തെ സൈഡേക്കാണ് വരുന്നത്. ഹ്രസ്വമാക്കി നമ്മൾ അതിനെ ഷോർട്ടാക്കി ഈനെ ഈ ആക്കി മാറ്റി, എന്നിട്ട് എൻഡില് യാ ചേർത്തു. അപ്പോൾ ലഡ്കി എന്നുള്ളത് ലഡ്കിയ എന്നായി. സ്ത്രീ, സ്ത്രീയ, നദി, നദിയ, സഖി, സഖിയ. सेवेंथ वन വരുന്നത് ഈ कारांत स्त्रीलिंग शब्दों को छोड़कर शेष स्त्रीलिंग शब्दों के साथ ए जोड़ने से बहुवचन बनता है. അപ്പോൾ ഈ കാരാന്ത സ്ത്രീലിംഗ വാക്കുകൾ ഒഴികെയുള്ള ബാക്കി എല്ലാ സ്ത്രീലിംഗ വാക്കുകളുടെയും അവസാനം എ ചേർത്ത് കഴിഞ്ഞാൽ അത് ബഹുവചനായിട്ട് മാറുന്നതാണ് പറയുന്നത്. അപ്പോൾ മാല, ഇത് നോക്കൂ, ഇത് ഈ കാരാന്ത സ്ത്രീലിംഗ ശബ്ദമല്ല, ആകാരാന്ത സ്ത്രീലിംഗ ശബ്ദമാണ്. അപ്പോൾ മാല എന്നുള്ളതിന്റെ കൂടെ ഏ ചേർത്ത മാലായി എന്നായി. വസ്തു, വസ്തുവേ. എയ്ത്ത് വൺ, या कारांत स्त्रीलिंग शब्द के अंत में चंद्र बिंदु जोड़ने से बहुवचन बनता है. जैसे അതായത് യാ എന്ന് അവസാനിക്കുന്ന സ്ത്രീലിംഗ വാക്കുകളുടെ അവസാനത്തിലെ ചന്ദ്രബിന്ദു, അതായത് ഈ ചന്ദ്രക്കല, ഈ ഒരു സിമ്പിളില്ലേ, ഇത് ചേർത്ത് കഴിഞ്ഞാൽ അത് ബഹുവചൻ പ്ലൂറൽ ആയിട്ട് മാറുന്നാണ് പറയുന്നത്. ഇപ്പൊ നോക്കൂ, ചിടിയ എന്ന് പറയുന്നത് യാ എന്നുള്ള ഒരു ശബ്ദത്തിലാണ് അവസാനിക്കുന്നത്. അപ്പൊ അതിന്റെ കൂടെ ഈ ചന്ദ്രക്കല ചേർക്കുമ്പോൾ, ചന്ദ്രബിന്ദു ചേർക്കുമ്പോൾ ചിടിയ. ഗുഡിയ എന്നുള്ളത് ഗുഡിയ എന്നായിട്ട് മാറി. നയൻത്ത് വണ്ണാണ് ऊ कारांत स्त्रीलिंग संज्ञाओं के ऊ को ह्रस्व बनाकर ए जोड़ने से बहुवचन बनता है. जैसे അതായത് ഊ കാരാന്ത് സ്ത്രീലിംഗ വാക്കുകൾ ഊ എന്നുള്ള സൗണ്ടിൽ അവസാനിക്കുന്നത്, അങ്ങനത്തെ വാക്കുകളുടെ അവസാനത്തില് ഈ ഊവിനെ ഹ്രസ്വമാക്കുക, ഊ എന്നാക്കിയിട്ട് ലാസ്റ്റില് എ
ചേർക്കുക. അപ്പൊ അതിന്റെ ബഹുവചൻ ആവും എന്നാണ് പറയുന്നത്. വധു എന്നുള്ളതിനെ വധുവേ എന്നാക്കി. അപ്പൊ ഈ വലിയ ഊ, കുറച്ചും കൂടെ ഒരു നീട്ടി പറയുന്ന ഊവിനെ നമ്മൾ ഹ്രസ്വ്, അതായത് അതിന്റെ ചെറിയ ഫോമാക്കി മാറ്റിയിട്ട് ലാസ്റ്റ് ഏം ചേർത്തു. ബഹു ബഹുവേ എന്നാക്കി. 10th वन, एक वचन संज्ञाओं के साथ गण, लोग, वृंद, जन आदि समूहवाचक शब्द जोड़ने से बहुवचन बनता है. जैसे അതായത് ഏകവചനായിട്ടുള്ള ചില സംഖ്യകളുടെ കൂടെ ഗൺ, ലോഗ്, വൃന്ദ്, ജൻ ഇങ്ങനെ ഗ്രൂപ്പിനെ ഡിനോട്ട് ചെയ്യുന്ന ചില വാക്കുകൾ ചേർത്ത് കഴിഞ്ഞാൽ അതിന്റെ പ്ലൂറലായിട്ട് മാറും. അതായത് പാഠക് ഗൺ, അതായത് പാഠക് എന്ന് വെച്ചാൽ എന്താണ്? സ്റ്റുഡൻസ്. പാഠക് ഗൺ എന്ന് പറഞ്ഞ സ്റ്റുഡൻസിന്റെ ഒരു ഗ്രൂപ്പ്. അധ്യാപക് വൃന്ദ്, അധ്യാപക് എന്ന് പറയുമ്പോൾ ടീച്ചർ, വൃന്ദ് എന്ന് പറയുമ്പോൾ ഒരു കൂട്ടം. അപ്പോൾ അധ്യാപക് വൃന്ദ് എന്ന് പറഞ്ഞ ടീച്ചേഴ്സിന്റെ ഒരു ഗ്രൂപ്പ്. അങ്ങനെയാണ് ചില വാക്കുകളുടെ പ്ലൂറല് നമ്മൾ കണ്ടെത്തുന്നത്. നെക്സ്റ്റ് പറയുന്നത് വിഭക്തി സഹിത് രൂപമാണ്. അതായത് ഈ അഡീഷണൽ ആയിട്ട് മേ, സേ, പർ ഇങ്ങനെയൊക്കെ വരുന്ന വാക്കുകളിനെ എങ്ങനെയാണ് നമ്മൾ പ്ലൂറലാക്കി മാറ്റുന്നത്. ഫസ്റ്റ് നെയിമാണ് അകാരാന്ത് ആകാരാന്ത് തഥാ एकारांत संज्ञाओं में अंतिम स्वर को ओम कर देने से बहुवचन बनता है. जैसे അതായത് വെച്ചിട്ട് അവസാനിക്കുന്നതും ആ വെച്ചിട്ട് അവസാനിക്കുന്നതും എ വെച്ചിട്ട് അവസാനിക്കുന്നതും ആയിട്ടുള്ള നൗണിന്റെ അവസാനത്തില് ഓം എന്ന് ചേർത്തിട്ടുണ്ടെങ്കിൽ അത് അതിന്റെ ബഹുവചൻ രൂപമായിട്ട് മാറും. ഇപ്പോൾ ഹാത്ത് എന്ന് പറയുന്നത് അകാരാന്ത ശബ്ദമാണ്. അപ്പോൾ ഹാത്ത് മേ, അതിന്റെ ഒപ്പം ഓം ചേർത്ത് കഴിഞ്ഞാൽ എന്തായിട്ട് മാറും? ഹാത്തോമേ. ഇനി ആഖ്, ആഖ് എന്ന് പറയുന്നതും അകാരാന്ത ശബ്ദമാണ്. അപ്പോൾ അതിനെ ആഖോ മേന്നാക്കി മാറ്റി. കുത്തേ, കുത്തേ എന്ന് പറയുന്നത് എകാരാന്ത ശബ്ദമാണ്. അതിന്റെ കൂടെ ഓം ചേർത്തപ്പോൾ കുത്തോ നേ എന്നായിട്ട് മാറി. സെക്കൻഡ് വൺ ആണ് संस्कृत की आकारांत तथा संस्कृत हिंदी की सभी उकारांत ऊकारांत अकारांत औकारांत संज्ञाओं के बहुवचन बनाने के लिए अंत में ओ जोड़ा जाता है. അതായത് സംസ്കൃതത്തിലെ ആകാരാന്ത് വാക്കുകൾ, അതുപോലെ തന്നെ സംസ്കൃത ഹിന്ദി അതിലത്തെ എല്ലാ ഉകാരാന്ത്, ഊ വെച്ചിട്ട് അവസാനിക്കുന്നതും ഊ വെച്ചിട്ട് അവസാനിക്കുന്നതും, പിന്നെ അതുപോലെ തന്നെ അകാരാന്ത് ഔകാരാന്ത് ഔ വെച്ചിട്ട് അവസാനിക്കുന്നതുമായിട്ടുള്ള വാക്കുകളുടെ അവസാനത്തിലും ഓം ചേർത്ത് കഴിഞ്ഞാൽ അതെന്തായിട്ട് മാറും? പ്ലൂറലായിട്ട് മാറും. ലതാ പർ, ലതാ പറിന്റെ കൂടെ ഓം ചേർക്കുമ്പോൾ എന്താ വരിക? ലതാവും പർ. മാതാ സേ, മാതാവും സേ. പശു കോ, പശുവും കോ. അങ്ങനെയാണ് അതിന്റെ പ്ലൂറൽ കണ്ടുപിടിക്കുന്നത്. ഇനി ലാസ്റ്റ് നെയിം എന്ന് പറയുന്നത് സബി ഇകാരാന്ത് और ईकारांत संज्ञाओं का बहुवचन बनाने के लिए अंत में यो जोड़ा जाता है. അവസാനം ഈ അതുപോലെ തന്നെ ഈ വെച്ചിട്ട് അവസാനിക്കുന്ന വാക്കുകളിൽ എന്ത് ചെയ്യുന്നു? ലാസ്റ്റ് യോം ചേർത്ത് കൊടുക്കുന്നു. അപ്പോഴാണ് അതിന്റെ प्लूरल കിട്ടുന്നത്. ഈ കാരാന്ത് സംജ്ഞാओं में ई को ई करने के बाद ही यो जोड़ा जाता है. അപ്പോൾ ഈ കാരാന്ത് എന്ന് പറയുന്ന വാക്കുകളുടെ ആ ഈ എന്നുള്ളതിനെ ഷോർട്ട് ആക്കിയിട്ട് ഈ ആക്കിയിട്ടാണ് ലാസ്റ്റ് അതിന്റെ കൂടെ യോ ചേർക്കുന്നത്. എക്സാമ്പിൾ നോക്കാം. മുനീസെ, ഇപ്പൊ മുനി എന്ന് പറയുന്നത് ജസ്റ്റ് ഈ കാരാന്താണ്. അതിന്റെ കൂടെ ഓം യോം ചേർക്കുമ്പോൾ എന്താണ് കിട്ടുന്നത്? മുനിയോ സേ. നദി മേ, നദി എന്ന് പറയുന്നത് ഈ കാരാന്ത് ശബ്ദമാണ്. അപ്പോ നദിയോ മേ എന്നാക്കി. ഇനി വിദ്യാർത്ഥി കോ, വിദ്യാർത്ഥി എന്ന് പറയുന്നത് എന്താണ്? ഈ കാരാന്ത് ശബ്ദമാണ്. അപ്പൊ അതിനെ ഹ്രസ്വമാക്കി. ഇവിടെ നോക്കൂ, ഈ സിമ്പിളിന്റെ ഡയറക്ഷൻ മാറിയിട്ടില്ലേ? ഇപ്പൊ ഇത് റൈറ്റിലോട്ടാണ്. ഇനി ഇപ്പുറത്തേക്ക് വരുമ്പോൾ അതിനെ ഹ്രസ്വമാക്കിയിട്ട് നമ്മൾ ലെഫ്റ്റിലേക്കാണ് കൊടുക്കുന്നത്. അപ്പൊ വിദ്യാർത്ഥി കോ എന്നുള്ളത് വിദ്യാർത്ഥിയോ കോ എന്നായിട്ട് മാറും. അപ്പോൾ ഈ ചാപ്റ്ററിലും എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇങ്ങനെ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ എക്സാമ്പിൾ എടുത്തിട്ട് ഇപ്പോൾ മാതാസേ എന്നുള്ളത് പ്ലൂറലാക്കിയിട്ട് എഴുതാൻ പറയുമായിരിക്കും. അല്ലെങ്കിൽ ചിലപ്പോൾ റൂൾസ് ലിസ്റ്റ് ചെയ്തിട്ട് അതിന്റെ എക്സാമ്പിൾ എഴുതാനാവും പറയുക. അപ്പോൾ റൂൾസ് ലിസ്റ്റ് ചെയ്യാനാണ് പറയുന്നത് എന്നുണ്ടെങ്കിൽ ഏത് ടൈപ്പാണ്, വിഭക്തി സഹിതാണോ വിഭക്തി രഹിതാണോ എന്ന് നോക്കിയിട്ട് ആ റൂൾസ് എഴുതുക. എന്നിട്ട് അറ്റ്ലീസ്റ്റ് 2 എക്സാമ്പിളെങ്കിലും എല്ലാത്തിനും കൊടുക്കുക. പിന്നെ അഭ്യാസ
ഡിസ്കസ് ചെയ്യാത്തത് എന്താന്ന് വെച്ചാൽ ഇത്രയും സമയം നമ്മൾ ചാപ്റ്ററിൽ എന്തൊക്കെയാണോ പറഞ്ഞുകൊണ്ടിരുന്നത് അത് തന്നെയാണ് ഇതിന്റെ ആൻസേഴ്സ് ആയിട്ട് വരിക. അല്ലാണ്ട് അഭ്യാസിൽ എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ഒന്നും വരുന്നില്ല. അതുകൊണ്ടാണ് കേട്ടോ ഡിസ്കസ് ചെയ്യാത്തത്. പിന്നെ അതുപോലെ തന്നെ ഈ ചാപ്റ്റർ അല്ലെങ്കിൽ ഈ ഒരു ടെക്സ്റ്റ് ബുക്ക് എല്ലാവർക്കും കുറച്ചൊരു ഇറിറ്റേഷൻ തോന്നിക്കുന്ന ഒരു ടെക്സ്റ്റ് ആണ്. കാരണം ഒരുപാട് വേർഡ്സ് ഇങ്ങനെ മെമ്മറൈസ് ചെയ്യണം. പക്ഷേ ഈ ഒരു ടെക്സ്റ്റിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പഠിച്ചു കഴിഞ്ഞാൽ മാർക്ക് കിട്ടും. കാരണം അവിടെ ഒരാൾക്ക് എത്ര ലാംഗ്വേജ് എബിലിറ്റി ഉണ്ട് എന്നുള്ളതിന് പ്രസക്തി ഇല്ല. നമ്മൾ ക്ലാസിഫിക്കേഷൻ പഠിക്കുന്നു വിത്ത് എക്സാമ്പിൾസ്. അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ അത് ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ട് എഴുതാൻ വേണ്ടി പറ്റും. അപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ് പഠിക്കാൻ എന്നുള്ളത് കൊണ്ട് ആരും ഇതെങ്ങനെ വിട്ട് കളയരുത് കേട്ടോ. സ്കോർ ചെയ്യാൻ എളുപ്പമാണ് ഈ ഒരു പേപ്പറിൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ അത് കോമെന്റ്സിൽ എഴുതി അറിയിക്കുക കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ് ദി വീഡിയോ.